യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്ത, പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 28 മുതലുള്ള വേദഭാഗങ്ങളിൽ നിന്നും നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. തീർച്ചയായിട്ടും നമ്മളോട് ഈ ഓരോ ദിവസവും ദൈവം സംസാരിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് നമുക്ക് പൂർണ്ണമായും ബോധ്യപ്പെടുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. സാധാരണയായിട്ട് നമ്മൾ ഈ വേദഭാഗങ്ങളൊക്കെ വായിക്കുന്നു എങ്കിൽ തന്നെയും ഈ വേദഭാഗത്തിന്റെ പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ, അതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് നമുക്ക് ഈ ദിവസങ്ങൾ അനുഭവിക്കാൻ കഴിഞ്ഞല്ലോ. പ്രത്യേകിച്ച് ഇവിടെ കർത്താവ് യേശുക്രിസ്തു അഡ്രസ്സ് ചെയ്യുന്ന ആളുകളെ കുറിച്ച് നമുക്കൊരു ധാരണ ലഭിച്ചല്ലോ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ യേശുക്രിസ്തു നമ്മളെ ഓരോരുത്തരെയും വ്യക്തമായി കാണുന്നു എന്നുള്ള കാര്യം നമ്മൾ ഈ തരുണത്തിൽ ഓർക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ഈ ഭാഗം പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്, ബെഥെസ്ദ കുളക്കരയിൽ ഏകദേശം 38 വർഷം തളർവാദ രോഗത്താൽ ഭാരപ്പെട്ട് അവിടെയുള്ള വിശ്വാസം ഇപ്രകാരമായിരുന്നു: ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ ആ കുളത്തിൽ ആരാണോ ആദ്യം എടുത്തു ചാടുന്നത് അവർക്ക് സൗഖ്യം ലഭിക്കും. പക്ഷെ 38 ആണ്ടായിട്ട് ഈ കുളത്തിലേക്ക് ഇറങ്ങുവാൻ കഴിയാതെ, സൗഖ്യം പ്രാപിക്കാതെ വളരെ നിരാശയോടുകൂടെ ഇരിക്കുന്ന ഒരുവന്റെ അടുക്കിലേക്ക് യേശു കടന്നു വന്നു. അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്കാണ് എന്നെ ഈ ഒരു വേദഭാഗം നിങ്ങളോട് പറയുവാൻ പ്രേരിപ്പിക്കുന്നത്. അവിടെ പ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ അവസ്ഥകളെ യേശു അറിയുന്നു. ഒരുപക്ഷെ നമ്മുടെ അപ്പിയറൻസിൽ നമുക്ക് യാതൊരു പ്രശ്നമില്ലെന്നായിരിക്കും നമ്മളെ കാണുന്നവർ ചിന്തിക്കുന്നത്. പക്ഷേ നമുക്കേ അറിയത്തുള്ളൂ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ്, നമ്മൾ അഭിമുഖീകരിക്കുന്നതായ ഭാരങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് മാത്രം അറിയുള്ളൂ. മറ്റൊരാളോട് അത് പറയുവാൻ ഒരുപക്ഷെ നമ്മുടെ അഭിമാനം സമ്മതിക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലായിരിക്കാം നിങ്ങളായിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ അഭിമാനം എന്തായിക്കോട്ടെ, നിങ്ങളുടെ അവസ്ഥ എന്തായിക്കോട്ടെ, നിങ്ങൾ അറിയുന്നതിനേക്കാൾ ഉപരിയായി അറിയുന്നതായ ഒരു കർത്താവിനെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. ആ കർത്താവ് പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരുവീൻ. നോക്കണേ, എല്ലാവരും അടുക്കിലേക്ക് വരുവാൻ യേശു വിളിക്കുന്നു. നമ്മൾ ആരെങ്കിലും ഒന്ന് സഹായിക്കാന്നിരിക്കട്ടെ, ഇതുപോലെ ഒരു ആശ്വാസം കൊടുക്കുകയോ എന്തെങ്കിലും ആശ്വാസ വാക്കുകൾ പറയുകയോ, അല്ല എന്തെങ്കിലും നമ്മൾ അവരെ സന്തോഷിപ്പിക്കുവാൻ ഭൗതികമാത് എന്തെങ്കിലും കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എല്ലാവരെയും വിളിക്കില്ല. നമുക്ക് 1-2 പേര്, ഒരുപക്ഷെ ഒരു 5 പേരെ നമുക്ക് സഹായിക്കാൻ കഴിയുമായിരിക്കും. പക്ഷെ യേശുക്രിസ്തു ആരെ വിളിക്കുന്നത്? എല്ലാവരെയും വിളിക്കുന്നു. അന്ന് ആ കാലത്തുണ്ടായിരുന്ന ആളുകളെ മാത്രമല്ല, വരും കാലത്ത് ഉണ്ടാകാനിരിക്കുന്ന ആളുകളെയും തന്നിൽ വിശ്വസിക്കാനിരിക്കുന്ന ആളുകളെയും യേശു വിളിക്കുന്നു, തങ്കലേക്ക് വരിക. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞില്ലേ, കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതെ, യേശുവിനാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം, നിങ്ങളെ സഹായിപ്പാൻ യേശുവിന് കഴിയും. പക്ഷേ ഇവിടെ കർത്താവ് നടത്തുന്നതായ ആഹ്വാനം, എല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരുവീൻ എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചതുപോലെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലും അവനിലുള്ള ആശ്രയത്താലും നമ്മൾ അവന്റെ അടുക്കിലേക്ക് കടന്നു വരണം. അങ്ങനെ കടന്നു വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ അവിടെ യേശു പറയുന്നു. നമ്മൾ യേശുക്രിസ്തുവിനെ അറിഞ്ഞു വേണം അവന്റെ അടുക്കൽ വരുവാൻ. കേവലം ആരെങ്കിലും പറഞ്ഞതുകൊണ്ടല്ല യേശുവിന്റെ അടുക്കിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത്, മറിച്ച് നമ്മൾ യേശുവിനെ അറിഞ്ഞു വേണം അവന്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ. യേശുക്രിസ്തു ഇവിടെ വ്യക്തമായി പറയുന്നു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഇതിനു മുമ്പത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിച്ചു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതുവരെ നമുക്ക് ഓക്കെയാണ്, നമുക്ക് അത് വളരെ നല്ലതാണ്. പക്ഷെ അടുത്തതായിട്ട് യേശു പറയുന്നു, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആശ്വാസം കണ്ടെത്തുന്നത്? അത് കണ്ടെത്തുന്നത് കർത്താവ് യേശുക്രിസ്തു തന്നെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. നിങ്ങൾക്ക് പഠിക്കാൻ കഴിയാത്തതായ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അല്ലെങ്കിൽ കർത്താവും നാമും തമ്മിലുള്ള ആ പങ്കാളിത്ത ജീവിതത്തിൽ നമുക്ക് അവനിൽ നിന്നും പഠിക്കുവാൻ കഴിയാത്തതായ ഒരു കാര്യമില്ല. കാരണം അവൻ സൗമ്യനാണ്, അതുപോലെ തന്നെ താഴ്മയുള്ളവനാണ്. ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലായിരിക്കുന്ന വ്യക്തിയോട് പോലും താഴ്മയോടുകൂടെ, സൗമ്യതയോടുകൂടെ ഇടപെട്ട്
അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ, അവന് നല്ല വഴി കാണിച്ചു കൊടുക്കുവാൻ, പോകേണ്ട വഴിയിൽ അവനെ കൊണ്ടുപോകുവാൻ യേശുവിനറിയാം. അതുകൊണ്ട് യേശു നമ്മളോട് വളരെ വ്യക്തമായി പറയുന്നു, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്നോട് നിങ്ങൾ പഠിക്കുവീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു വിഷയം സംസാരിച്ചതാണ്, നമ്മുടെ ആത്മാക്കൾക്ക് ആശ്വാസം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം ഭാരങ്ങൾ, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞ പോലെ ഇവിടെ ഭാരം എന്ന് പറയുമ്പോൾ, അതുപോലെ അധ്വാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങൾ എന്താണ്? അധ്വാനം എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഭാരങ്ങൾ വഹിക്കുന്നതായ അനുഭവം. പലപ്പോഴും നമുക്ക് തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. ദൈവമേ, എത്ര നാൾ ഞാൻ ഈ ഭാരം കൊണ്ട് നടക്കും? നമ്മുടെ വീടിന്റെ ഭാരം, നമ്മുടെ ജോലിയുടെ ഭാരം, നമ്മളുടെ സമൂഹത്തിന്റെ ഭാരം എന്ന് വേണ്ട സകലവിധമായ ഭാരങ്ങളും നമ്മുടെ മേലുണ്ട്. അതുപോലെ ഭാരം ചുമക്കുന്നവർ, മറ്റുള്ളവരുടെ ഭാരങ്ങളെ നമ്മൾ ഏറ്റെടുക്കുന്നതായ അവസ്ഥ. ഇങ്ങനെയുള്ള ആളുകൾ എപ്പോഴും ജീവിതത്തിൽ തങ്ങളുടെ എല്ലാ ആയുസ്സും അല്ലെങ്കിൽ തങ്ങളുടെ മുഴുവൻ ജീവിതത്തിലും ഈ ഭാരങ്ങളും ഈ അധ്വാനവും ഉള്ളവരായ ആളുകളാണ് നമ്മളെല്ലാവരും തന്നെ. പക്ഷേ നമ്മൾ ചോദിക്കുന്നു, ദൈവമേ, ഇതിനൊരു ആശ്വാസം കിട്ടുമോ? അതാണ് ഇവിടെ കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് ആശ്വാസം ഗ്യാരണ്ടീഡ് ആണ്. നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എങ്ങനെ ആശ്വാസം ലഭിക്കും? നിങ്ങൾ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഒരുപക്ഷെ ഞാൻ ഈ കാര്യങ്ങൾ വീണ്ടും പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇത് തന്നെയാണല്ലോ പിന്നെയും പറയുന്നത്. കാരണം ഇത് പറഞ്ഞേ മതിയാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കർത്താവ് യേശുക്രിസ്തു എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ വചനം എത്ര കേട്ടാലും അത് മതിയാവുകയില്ല. ദൈവത്തിന്റെ വചനം നമുക്ക് വീണ്ടും വീണ്ടും തേൻ പോലെയാണ്. തേൻ ഒരിക്കലും നമ്മൾ മടുക്കുകയില്ല. ഒരിക്കലും നമ്മൾ മടുത്തു പോകുന്ന ഒരു ആഹാരമല്ലല്ലോ തേൻ എന്ന് പറയുന്നത്. തേനിനേക്കാളും തേൻകട്ടയേക്കാളും മധുരമുള്ളതാണ് ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് നമ്മൾ ഈ വചനങ്ങൾ പിന്നെയും പറയുമ്പോഴും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വചനത്തിന്റെ ശക്തി എത്ര വലുതാണ്. നാം അവനോട് പഠിച്ചാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. പക്ഷെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം മുഖം എന്നുള്ളതാണ്. മുഖം, ഞാൻ ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്താണ് മുഖം എന്ന് പറയുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിലും ഇതിനു മുമ്പ് പല എപ്പിസോഡുകൾക്ക് മുമ്പും ഞാൻ ഇതേ ഒരു വിഷയം നിങ്ങളോട് സംസാരിച്ചിരുന്നു, മുഖം എന്നുള്ള വിഷയത്തെക്കുറിച്ച്. സാധാരണയായിട്ട് പഴയ കാലങ്ങളിലാണ് മുഖം ആളുകൾക്ക് കൂടുതൽ പരിചിതമായിട്ടുള്ളത്. ഇന്നത്തെ തലമുറയിൽ മുഖം എന്ന് പറഞ്ഞാൽ പലർക്കും അറിയില്ല. യോക്ക് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. പഴയ കാലങ്ങളിൽ കൃഷിക്ക് വേണ്ടി കാളകളെ ഉപയോഗിച്ചിരുന്നു. കാളകളെ ഉപയോഗിക്കുമ്പോൾ സന്തുലിതമായി നിലം ഒഴുകുവാൻ രണ്ട് കാളകളെ അപ്പുറത്തും ഇപ്പുറത്തും നിർത്തിയിട്ട് അവ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഉപകരണമായിരുന്നു മുഖം എന്ന് പറയുന്നത്. ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾക്ക് ഒരു മുഖമുണ്ടാകും. നിങ്ങൾ എന്നോട് ചേർന്ന് അടുത്തു വരുമ്പോൾ നിങ്ങൾക്ക് ഒരു മുഖം ഏൽപ്പിക്കപ്പെടും. കഴിഞ്ഞ ദിവസം ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു. മുഖം എന്ന് പറഞ്ഞാൽ നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് അവന്റെ വചനം അനുസരിക്കെ, ഫോളോവിങ് ഹിം, അവനെ അനുഗമിച്ചുകൊണ്ട്, അടുത്തത് അവനെ പരമാധികാരിയായി കണ്ടുകൊണ്ട് നമുക്ക് ആയിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് യേശു നമുക്ക് നൽകുന്ന മുഖം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുഖത്തിന്റെ കീഴിൽ നമ്മൾ കടന്നു വരണം. പക്ഷെ ഈ മുഖം പലപ്പോഴും ആളുകൾക്ക് പ്രയാസമായി തോന്നാറുണ്ട്. യേശുക്രിസ്തുവിനെ കുറിച്ചും യേശുക്രിസ്തുവിന്റെ വചനത്തെക്കുറിച്ചും പറയുമ്പോൾ നമ്മൾ പലപ്പോഴും എന്തുകൊണ്ടാണ് അതിനോട് താല്പര്യം കാണിക്കാത്തത്? നമ്മൾ താല്പര്യം കാണിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് വളരെ പ്രയാസമാണ്, മുഖം വളരെ ഭാരമുള്ളതാണ് എന്നുള്ളതായ ഒരു ചിന്ത നമ്മളെ അലട്ടാറുണ്ട്. എന്ന് മാത്രമല്ല, പഴയ കാലങ്ങൾ മുതൽ ഞങ്ങൾ വഹിച്ചുകൊണ്ട് വന്ന മുഖം മതി, ഇനിയൊരു മുഖം ഞങ്ങൾക്ക് വേണ്ട, അത് കർത്താവ് യേശുക്രിസ്തുവിന്റെ മുഖമാണെങ്കിലും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് പലരും ചിന്തിക്കാറുള്ളത്. കാരണം സുഖപ്രദമായ മുഖങ്ങളെയാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. മതപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെ മുഖം എന്നുള്ള ഭാഷയിൽ ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ ഇതേ ഒരർത്ഥം ധ്വനിക്കുന്നതായ വാക്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 15:10, ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത മുഖം ശിഷ്യന്മാരുടെ കഴുത്തിൽ വയ്പാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത്? അപ്പോൾ പിതാക്കന്മാർക്ക് ചുമക്കാൻ കഴിയാത്ത, നമുക്കും ചുമക്കാൻ കഴിയാത്ത ന്യായപ്രമാണത്തിന്റെ നിയമങ്ങൾ, അല്ലെങ്കിൽ ദൈവം മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് കൊടുത്തതായ ന്യായപ്രമാണം എന്നുള്ള മുഖം, ആ മുഖം അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ആ ന്യായപ്രമാണത്തെ അനുസരിക്കുക എന്ന് പറയുന്നത് അന്നത്തെ ആൾക്കാരെ സംബന്ധിച്ചോളം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. പലർക്കും അത് പൂർണ്ണമായിട്ടും അനുസരിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട്
ആ ന്യായപ്രമാണത്തെ സൂചിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ പ്രമാണത്തെയും അതിൻ്റെ അനുസരണത്തെയും സൂചിപ്പിക്കുവാൻ നുകം എന്നുള്ള പദം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ കാലത്തും അപ്പോസ്തലന്മാരുടെ കാലത്തും മതപരമായിട്ടുള്ള നമ്മുടെ അനുസരണം, മതത്തോടുള്ള പ്രതിബദ്ധത, ഇവയെല്ലാം തന്നെ നുകം എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറയപ്പെട്ടിരുന്നത്. അതായത് ഒരു വയലിൽ കാളകളെ കൊണ്ട് ഒഴുകുന്നത് പോലെ നമ്മുടെ മേൽ നമ്മളെ നിയന്ത്രിക്കുവാൻ, നമ്മെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതായ മതത്തിൻ്റെ നിയമങ്ങൾ. കർത്താവ് യേശുക്രിസ്തു പറയുന്നു, എൻ്റെ അടുക്കിലേക്കും വരുന്നവന് നുകമുണ്ട്, പക്ഷേ ആ നുകം ന്യായപ്രമാണം പോലെയുള്ള ഒരു നുകമല്ല, മറിച്ച് ഞാൻ നിങ്ങളോടുകൂടി ഇരുന്ന് ഞാനും നിങ്ങളോടൊപ്പം ഈ നുകം വഹിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇത് ഭാരമുള്ളതല്ല, നിങ്ങൾക്ക് ഇത് ലഘുവായിട്ടും മൃദുവായിട്ടും തോന്നുന്നതായ ഒരു നുകമാണ്. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവ് യേശുക്രിസ്തു നൽകുന്നതായ നുകം നമുക്കൊരു അനുഗ്രഹമാകുന്നതെന്ന് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. പക്ഷെ ഇന്ന് നമ്മളൊന്ന് പരിശോധിക്കണം, വാസ്തവത്തിൽ ഞാൻ ഈ നുകം വഹിക്കുന്നുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ നുകത്തെക്കുറിച്ച് നമുക്ക് ഒരു പ്രജുഡ്യൂസ് അല്ലെങ്കിൽ മുൻവിധി ഉള്ളതുകൊണ്ട് പലരും യേശുക്രിസ്തുവിനെ അനുഗമിക്കാതെ മറ്റാളുകളെ, വിശുദ്ധ ബൈബിളിൽ പറയുന്നതായ മറ്റാളുകളെ, അതേപോലെ തന്നെ മധ്യസ്ഥന്മാരായ ആളുകളെ അവർ പലപ്പോഴും ചൂസ് ചെയ്യാറുണ്ട്, തിരഞ്ഞെടുക്കാറുണ്ട്. അവർ പ്രാർത്ഥിക്കുന്നത് അവരോടൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം കർത്താവ് യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ വലിയ ഡിമാൻഡ്സ് ആണെന്നാണ് നമ്മൾ പൊതുവെ ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ലെന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും തന്നെ കർത്താവ് യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് അടുത്തു വരുന്നതായ ഒരു സന്ദേശമായിരിക്കും നമ്മൾ മുമ്പോട്ട് കേൾക്കാൻ പോകുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ പരിശോധിക്കണം, ഞാൻ വാസ്തവമായിട്ടും യേശുക്രിസ്തുവിന്റെ മുഖം വഹിക്കുന്ന ഒരു വ്യക്തിയാണോ? അവൻ്റെ മുഖം ഏറ്റുകൊണ്ട് ഞാൻ അവനോട് പഠിച്ചാൽ, അവൻ എങ്ങനെയാണ് എന്നെ നയിക്കുന്നതെന്ന് ഞാൻ നോക്കി മനസ്സിലാക്കി പഠിച്ചാൽ, എൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയാൽ എനിക്ക് ആശ്വാസം ലഭിക്കും എന്നുള്ള ഉറപ്പാണ് ഈ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം നമുക്ക് തരുന്നതായ ഉറപ്പ്. അതുപോലെ തന്നെയാണ് 28-ാമത്തെ വാക്യവും 30-ാമത്തെ വാക്യവും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വളരെ അർത്ഥവത്തായി കർത്താവ് യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ നമുക്ക് ദൈവം സാധിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവേ, നുകം എന്നുള്ള വിഷയത്തെക്കുറിച്ച്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, ഞങ്ങൾ കർത്താവ് യേശുക്രിസ്തു നൽകുന്ന നുകം വഹിക്കുന്നവരായി തീരണം എന്നുള്ള വലിയ ഒരു സന്ദേശം ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസം ലഭിക്കുന്ന സന്ദേശം ഈ വചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഭാരമുള്ളതല്ല ഒന്നും. ദൈവവചനം നമുക്ക് ഭാരമല്ല. യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നത് നമുക്കൊരു ഭാരമല്ല. പക്ഷേ ആ ഒരു ശരിയായ നിലയിലേക്ക് നമ്മൾ വന്നെങ്കിൽ മാത്രമേ അതിൻ്റെ ആ സൗഖ്യം, അതിൻ്റെ ആ നന്മ, അതിൻ്റെ ആശ്വാസം നമുക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.